ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സ ഉണ്ടാക്കിയാലോ. പിസ്സ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടുള്ള റെസിപ്പി എന്നല്ല, വളരെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ബ്രെഡ് പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓവനിലും ഉണ്ടാക്കാം, പാനിലും ഉണ്ടാക്കാം. ഓവനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓവനിൽ വെച്ചിട്ട് വെറുതെ കയ്യും കെട്ടിയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ബേക്കായി കഴിയുമ്പോൾ നമ്മളെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക. പാനിലാണെങ്കിൽ പാനിൽ വെച്ചിട്ട് ഒന്ന് ഗ്ലാസ് ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പമാണ്, വേഗം തന്നെ അറിയാൻ പറ്റും ചീസ് മെൽറ്റ് ആവുന്നത്. അപ്പോൾ ഗ്ലാസ് ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ട് ചീസ് മെൽറ്റ് ആയി കഴിയുമ്പോൾ പാനിൽ നിന്ന് എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് പിസ്സ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് സ്ലൈസിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടും ചെയ്യാം, നോൺ വെജിറ്റേറിയൻ ആയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ വെജിറ്റേറിയനിലാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്. നോൺ വെജിറ്റേറിയന് ചിക്കൻ ടിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രെഡ് സ്ലൈസ് വേണം, തക്കാളി വേണം, ക്യാപ്സിക്കം വേണം, സവോള വേണം, ഇറ്റാലിയൻ സീസണിങ് വേണം. ഇറ്റാലിയൻ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടല്ലോ, ഒറിഗാനോ, തൈം, അങ്ങനെ ഏതാണ് നമ്മുടെ കയ്യിലുള്ള ഇറ്റാലിയൻ സീസണിങ് എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റാലിയൻ ഹെർബ്സ് എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ മെയിനായിട്ട് കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിസ്സ സോസ് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ഞാൻ പിസ്സ സോസാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പാസ്ത അല്ലെങ്കിൽ പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണിത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വെജിറ്റേറിയൻ പിസ്സ റെഡിയാക്കി എടുക്കാം. പിസ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പിസ്സ സോസ് നമ്മുടെ ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്കിത് പാനിലും ചെയ്യാം, അതുപോലെ തന്നെ ഓവനിലും ചെയ്യാം. പാനിലാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ലൈറ്റായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒരു ലിഡ്, നമ്മുടെ ഗ്ലാസ് ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യണം. പിസ്സ സോസ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചധികം അപ്ലൈ ചെയ്യുക. പിന്നെ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിലേക്ക് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സ് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി പിസ്സ സോസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. കുറച്ച് വലിയ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ബ്രെഡാണുള്ളത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്ലൈസ് ടൊമാറ്റോ വയ്ക്കുന്നുള്ളൂ, വലിയ ബ്രെഡ് അല്ലല്ലോ, ചെറിയ ബ്രെഡല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വയ്ക്കുന്നത് നമ്മുടെ സവാള സ്ലൈസ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഞാനൊരു ഹാഫ് സ്ലൈസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഹെർബ്സിൻ്റെ മിക്സാണ്. ഇനി ഇതിന് മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാനപ്പോൾ ആദ്യം കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഓവനിൽ വെച്ചിട്ടും ചെയ്യാം, ഓവനിൽ വയ്ക്കാതെയും ചെയ്യാം. ഇത്രയും മതി. ഇനി ഇതിന് മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീസിൻ്റെ മുകളിലായിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ചില്ലി ഫ്ലേക്സ് ഒന്നും വേണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സും ചീസും ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ നോൺ വെജ് പിസ്സ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വീണ്ടും അടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റേജുകളൊക്കെ വെജ് പിസ്സ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നോൺ വെജിൻ്റെ സ്റ്റേജ് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ഒന്നും ഞാൻ പറയുന്നില്ല, സ്പീഡിലൊന്ന് ചെയ്തു പോവുകയാണ്. പിസ്സ സോസ് അപ്ലൈ ചെയ്തു, വീണ്ടും നമ്മുടെ ചീസ് വെച്ച് കൊടുക്കുക, പിന്നെ നമ്മുടെ വെജീസ് വെച്ച് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തു പോകുന്നത് കേട്ടോ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ പീസുകളൊക്കെയാണ് കേട്ടോ. ചിക്കൻ പീസുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ചിക്കൻ ടിക്കയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത പീസുകളോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് കൊടുക്കാം. ചിക്കൻ ടിക്ക ഫ്രൈ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും ചീസ് വെച്ച് കൊടുക്കാം. കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചീസ് വെച്ച് കൊടുക്കുന്നത്. വലിയവരെ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ചീസ് വേണ്ട. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് രണ്ടും ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് ചീസ് മെൽറ്റ് ആവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇത്രയുള്ള നമ്മുടെ ബ്രെഡ് പിസയുടെ പരിപാടി. അപ്പോൾ ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു 12 മിനിറ്റ് 220 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.